നമസ്കാരം, IW ക്യാമ്പസിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൽ ബാങ്കുകളുടെ വെബ്സൈറ്റിൽ വരുന്ന മാറ്റം, എന്തിനാണ് ആ മാറ്റം കൊണ്ടുവരുന്നത്, അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് തടയുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ തടയാൻ പറ്റത്തില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ്ലി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് പുതിയ മാറ്റം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് RBIയുടെ 22 ഏപ്രിൽ 2025 ഉള്ളൊരു സർക്കുലറാണ്. ഇത് എല്ലാ ബാങ്കുകൾക്കും പോയൊരു സർക്കുലറാണ്. അതിൻ്റെ അകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകളുടെ ഡൊമൈൻ അല്ലെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്, ആ അഡ്രസ്സിൽ bank.in എന്ന് പറഞ്ഞ് ആ ഒരു അഡ്രസ്സിലോട്ട് മാറ്റണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ SBIയുടെ ആണെന്നുണ്ടെങ്കിൽ SBI.com അല്ലെങ്കിൽ SBI.co.in അല്ലെങ്കിൽ SBI.net അങ്ങനെ ഒന്നും ഇടാൻ പാടില്ല. അതിന് പകരം SBI.bank.in എന്ന് പറഞ്ഞ രീതിയിലായിരിക്കണം. ഇനി HDFC ആണെന്നുണ്ടെങ്കിൽ HDFC ബാങ്ക് അല്ലെങ്കിൽ അവരുടെ ആ ഇത് .bank.in എന്ന് പറഞ്ഞായിരിക്കണം. അപ്പോൾ എല്ലാ ബാങ്കുകളുടെയും അഡ്രസ്സ്, ആ ഡൊമൈൻ നെയിം അവസാനിക്കുന്നത് bank.in എന്ന് പറഞ്ഞ ആ ഡൊമൈനിലായിരിക്കണം. അപ്പോൾ ഇതാണ് ഇതിനകത്തെ മെയിൻ ആയിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമ്മൾ പണ്ട് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബാങ്കിൻ്റെ വെബ്സൈറ്റിൻ്റെ ആ ഒരു പേര് മാറും. പുതിയ ഈ bank.in എന്ന് പറഞ്ഞ രീതിയിലുള്ളൊരു പേരിലോട്ടായിരിക്കും ഇത് മാറുന്നത്. അപ്പോൾ ഇങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പം ആരും തെറ്റിദ്ധരിക്കരുത്, അത് SBIയുടെ തന്നെ നിർദ്ദേശപ്രകാരമാണ്. ഒക്ടോബർ 31, 2025 ശേഷം ആണ് ഇത് കംപ്ലീറ്റ്ലി പ്രാബല്യത്തിൽ വരുന്നത്. നിലവിൽ പല ബാങ്കുകളും ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പം നിങ്ങൾ ഇനി മുതൽ കാണാൻ പോകുന്ന ഇങ്ങനെയായിരിക്കും ഇന്ത്യൻ ബാങ്കുകളുടെ ആ ഒരു ബാങ്കിങ്ങിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടുവന്നതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പല ബാങ്കുകളും പല രീതിയിലുള്ള അഡ്രസ്സുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, .comോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡൊമൈനുകൾ നമ്മളുടെ കൺട്രോളിലൊന്നും അല്ല. അപ്പോൾ ആർക്കും ഏത് ഫേക്ക് ഡൊമൈൻ വേണേലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ പല രീതിയിലുള്ള ഫ്രോഡ് കാര്യങ്ങളും അവർക്കത് ആ ഡൊമൈനുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. ഇപ്പം SBI ബാങ്ക് എന്ന് പറഞ്ഞ് എനിക്ക് ഡൊമൈൻ അവൈലബിൾ ആണെങ്കിൽ സുഖമായിട്ട് എനിക്ക് ആ ഒരു ഡൊമൈൻ SBIbank.com എന്ന് പറഞ്ഞ ഡൊമൈൻ രജിസ്റ്റർ ചെയ്തിട്ട് ഫേക്കായിട്ടൊരു SBIയുടെ വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്കാരെ പറ്റിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പം RBI എന്തോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കിങ് ഓർഗനൈസേഷൻസും .bank.in എന്ന് പറഞ്ഞ ഡൊമൈനിലോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഈ .bank.in എന്ന് പറഞ്ഞ ഈ ഒരു ഡൊമൈന് എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാൻ ഒക്കത്തില്ല. RBI അപ്രൂവ് ചെയ്തിട്ടുള്ളതും RBIയുടെ പെർമിഷനോട് കൂടി റൺ ചെയ്യുന്ന ബാങ്കുകൾക്ക് മാത്രമേ ഈ ഒരു ഡൊമൈൻ നെയിം കിട്ടത്തുള്ളൂ. അങ്ങനെ വെരിഫൈ ചെയ്തിട്ടുള്ള ബാങ്കുകൾക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. അല്ലാതെ വേറെ ആർക്കും ഇത് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും RBIയുടെ കയ്യിൽ ഉണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. സോ അതുകൊണ്ട് തന്നെ ഫേക്കായിട്ടുള്ള ബാങ്കിങ് വെബ്സൈറ്റ് ഇന്ത്യയിൽ ഇനി വർക്കാവത്തില്ല. സോ അത് രണ്ടാമത്തെ കാര്യം. ഇനി നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ഇനിയും വരുന്ന മെയിൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും, നിങ്ങളൊരു ബാങ്കിങ്ങിൻ്റെ പേരിൽ വരുന്ന ലിങ്കുകളൊക്കെ ആണെങ്കിലും ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ ലിങ്കിൻ്റെ അകത്ത് പറയുന്ന ആ ഒരു അഡ്രസ്സിൻ്റെ അകത്ത് bank.in എന്ന് പറഞ്ഞ് അതിലാണോ തീരുന്നത് എന്ന് നോക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ SBI ആണെന്നുണ്ടെങ്കിൽ SBI.bank.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആയിരിക്കും SBIക്കുള്ളത്. അപ്പം ഇനി ഈ bank.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉള്ള ബാങ്കുകളുടെ ലിങ്കുകളിൽ മാത്രമേ നിങ്ങൾ ക്ലിക്ക് ചെയ്യാവുള്ളൂ. അല്ലാത്ത ലിങ്കുകളിലൊന്നും ക്ലിക്ക് ചെയ്യരുത്. ഇനി ഇത് വെച്ചുകൊണ്ട് ഫേക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. കാരണം ഇത് കംപ്ലീറ്റ്ലി SBI റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു പ്രത്യേക ഒരു ബോഡി ഉണ്ട്. അവരാണ് ഇത് അപ്രൂവ് ചെയ്യുന്നതും ഈ ഡൊമൈൻ അലോക്കേറ്റ് ചെയ്യുന്നതും. അല്ലാതെ വേറെ ആർക്കും ഈ ഒരു ഡൊമൈൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഫേക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് റൺ ചെയ്യാൻ ഒക്കത്തില്ല ഈ bank.in എന്ന് പറഞ്ഞ ഈ ഒരു ഡൊമൈനിൽ. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അന്നേരം ഇനി മുതൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ആയിരിക്കും ഇങ്ങനത്തെ bank.in എന്ന് പറഞ്ഞ ആ ഒരു ഡൊമൈനിലായിരിക്കും കാണുന്നത്. പക്ഷേ ഇതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ്ലി ഒരു സെക്യൂർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു SBIയുടെ ഈ ഒരു വെബ്സൈറ്റും അതിൻ്റെ ആ ഒരു അഡ്രസ്സും ഈ ഒരു അഡ്രസ്സും നോക്കിയേ, SBI.bank.in ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത്. വ്യത്യാസങ്ങൾ പെട്ടെന്ന് നോക്കിയാൽ കാണില്ല. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. ഈ കെയും രണ്ടും രണ്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയത് മനസ്സിലാവത്തുമില്ല. സാധാരണക്കാരെ ആളിനെ സംബന്ധിച്ചോളം ഒട്ടും ക്ലിക്ക് ആവത്തില്ല. അപ്പോൾ ഇങ്ങനൊരു ലിങ്ക് വന്നാൽ എന്ത് ചെയ്യും?
ഇത് ഒരു ഫേക്ക് ലിങ്കാണ്. ഇത് ആക്ച്വലി ഇതാണ് ഒറിജിനലും, ഇത് ഫേക്കുമാണ്. അപ്പോൾ ഇങ്ങനൊരു ഫേക്ക് ലിങ്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് അടുത്തൊരു സംഭവം. അപ്പം അത് നമ്മളുടെ ഈ ഒരു bank.in എന്ന് പറഞ്ഞ ഈ ഒരു ഈ RBIയുടെ ഈ ഒരു നീക്കം കൊണ്ട് തന്നെ നമുക്ക് അതും സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നുള്ളതല്ലേ അത് പറയാം. നമ്മുടെ ഈ SBIയുടെ ബാങ്കിൻ്റെ ഈ ഒരു ഫേക്ക് ലിങ്ക് എടുത്തിട്ട് ഞാനിപ്പം ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു സ്പാമർ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഡേറ്റ മോഷ്ടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ഇതിൽ വെബ്സൈറ്റ് കാണുന്നില്ല, പക്ഷേ അവരങ്ങനെ അയക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് SBIയുടെ വെബ്സൈറ്റിന് സിമിലർ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആയിരിക്കും ഒരു പക്ഷേ. അതൊരു ഫിഷിംഗ് വെബ്സൈറ്റ് എന്നാണ് അതിന് പറയുക. അങ്ങനെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും അത് മോസ്റ്റ്ലി. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും ബാങ്കിങ് വെബ്സൈറ്റിൽ ചെല്ലുമ്പോൾ എപ്പോഴും ഈ അഡ്രസ് ബാറിൽ ചെക്ക് ചെയ്യുക. ഈ അഡ്രസ് ബാറിൽ എന്താണ് കാണുന്നതെന്നുള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഇപ്പോൾ SBI ആണെന്നുണ്ടെങ്കിൽ ആ SBI.bank.in എന്നുള്ളതല്ലാതെ വേറെ ഒരു വെബ്സൈറ്റിലും പോയിട്ട് SBI ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും രജിസ്റ്റർ ചെയ്യില്ല. അപ്പം നമ്മൾ ലോഗിൻ ചെയ്യുവാണെങ്കിലും ഈവൻ ബാങ്കിൻ്റെ കേസല്ല, നിങ്ങൾ ഫേസ്ബുക്ക് ആണെങ്കിലും നിങ്ങൾ ഏത് വെബ്സൈറ്റ് ആണെങ്കിലും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ഡേറ്റ എൻ്റർ ചെയ്യുന്ന ആ വെബ്സൈറ്റ് ഏതാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൻ്റെ ആണ് നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പോയിട്ട് ഈ നെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിലും കണ്ടോ ഇവിടെ ഓൺലൈൻ SBI.bank.in എന്ന് പറഞ്ഞ് ആ ഒരു സംഭവം അവിടെ വന്നു. ആ ഒരു കാര്യം ഇവിടെ ഹൈലൈറ്റ് ആയി കണ്ടോ. ഇനി ഞാൻ ഇവിടെ ഈ ഒരു ലോഗിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അവിടെയും കണ്ടോ bank.in എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഹൈലൈറ്റ് ഉണ്ട്, മീൻസ് അവിടെ ഉണ്ട് സംഭവം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, എവിടെയാണ് ഞാൻ ഈ ലോഗിൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഡേറ്റ എൻ്റർ ചെയ്യുന്നത് എന്നുള്ള കാര്യം. സോ ഇവിടെ എല്ലായിടത്തും നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇതേപോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളും RBI അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളും അവരുടേതായ രീതിയിൽ പുതിയ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ പേയ്മെൻറ്റ്സ് ബാങ്ക് അടക്കം ഇപ്പോൾ ജിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ജിയോയുടെ ബാങ്ക് ആണെങ്കിൽ പോലും അവർ മാറ്റിയിട്ടുണ്ടോ ജിയോ payments.bank.in എന്ന് പറഞ്ഞായിട്ടുണ്ട്. ഇനിയും അതല്ല, ഇപ്പം ഗവൺമെൻറ് പബ്ലിക് സെക്ടറിലുള്ള എല്ലാ ബാങ്കും പുതിയ ആ ഒരു bank.in മാറിയിട്ടുണ്ട്. അപ്പം മിക്കവാറുള്ള എല്ലാ വെബ്സൈറ്റ്സും മാറിയിട്ടുണ്ട്. എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് മാറിയിട്ടില്ല. അപ്പം അങ്ങനെ കുറച്ച് ബാങ്കുകൾ മാത്രം മാറിയിട്ടില്ല നിലവിൽ. അത് ഈ പറഞ്ഞ 31 ഒക്ടോബർ 2025 ശേഷം എല്ലാവരും ഇതിലോട്ട് മാറും എന്നാണ് വിശ്വസിക്കുന്നത്. അത് ഈ ഒരു സ്ട്രിക്ട്ലി RBI ആ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ഇങ്ങനെ ഒരു വെബ്സൈറ്റ്, ബാങ്കിൻ്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് കാണുമ്പം എപ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇനിയും ഡിജിറ്റൽ ആയിട്ട് ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ലിങ്കുകളൊക്കെ അയച്ചു കൊടുക്കുമ്പം എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യുക. ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ bank.in എന്ന് കാണാത്ത ബാങ്കിങ്ങിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള ലിങ്കുകളുണ്ടെങ്കിൽ ഒരിക്കലും അത് ക്ലിക്ക് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനോ പോകുക ചെയ്യരുത്. അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രീതിയിലുള്ള ജിമിക്സോ കാണിച്ചിട്ടുള്ള വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താലും ആ അഡ്രസ്സ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇങ്ങനെ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ എന്താ പറയുക ക്യാരക്ടേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് സൈറിലിക് ക്യാരക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഇതാണ് വിക്കിപീഡിയ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു സൈറിലിക് ക്യാരക്ടേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സിമിലറായിട്ടുള്ള ലെറ്റേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട് ഇതിനകത്ത് ഇഷ്ടംപോലെ ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സെയിം ലെറ്റർ ആണ് എന്ന് വിചാരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ വന്നാൽ പോലും നിങ്ങൾ എപ്പോഴും ആ ഒരു പർട്ടിക്കുലർ ഡൊമൈൻ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടുത്തെ ആ ഡൊമൈൻ എന്താണെന്ന് നോക്കുക. സൈറിലിക് ക്യാരക്ടേഴ്സ് ആണെന്നുണ്ട് എപ്പോഴും ഈ ഒരു XN ഹൈഫൻ എന്ന് പറഞ്ഞ ഈ 2 ഹൈഫൻ ഉണ്ടായിരിക്കും, എന്നിട്ടായിരിക്കും അത് വരുന്നത്. അപ്പോൾ ഈ ഒരു XN ഹൈഫൻ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിചാരിച്ചോ അത് എന്തെങ്കിലും തരികയുടെ വെബ്സൈറ്റ് ആണ് എന്നുള്ളത്. അപ്പം അതിലൊന്നും പോയി തലയിടരുത്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം വെബ്സൈറ്റ് എപ്പോഴും ചെക്ക് ചെയ്യുക, ഈ അഡ്രസ് ബാറിൽ ഏത് വെബ്സൈറ്റ് ആണ് എന്നുള്ളത്, നമ്മുടെ ഡേറ്റ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. അപ്പം ഇത് എപ്പോഴും മനസ്സിൽ വെക്കുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇന്ത്യയിൽ ഇപ്പം നമ്മുടെ ഈ ബാങ്കിങ് സെക്ടറിൽ വരുന്ന ഈ ഒരു മാറ്റം.